ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഐക്യ ആഴ്ചവട്ടത്തിൽ യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവം തരുന്നതായിട്ടുള്ള ആ സ്വീറ്റ് വൈൻ, ആ നൽകുന്നതായ ആ വലിയ സന്തോഷം, വിശുദ്ധപരമായ സിയോൻ വസിയ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് അറിയും. അതിൽ കൂടെ അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും, കുന്നുകൾ പാലൊഴുകും. പുതുവീഞ്ഞ് പൊഴിക്കുമെന്ന് പറഞ്ഞാൽ നല്ല ഫലപുഷ്ടി ഉണ്ടാകും. കുന്നുകൾ പാലൊഴുക്കും. കുന്നുകളാണെങ്കിലും പർവ്വതങ്ങളാണെങ്കിലും ആരോഗ്യം. യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുകും. ആർക്കും ദാഹമില്ല, എല്ലാവരും തൃപ്തരാണ്. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട ശിത്തിൻ താഴ് വരെ നനയ്ക്കും. അങ്ങനെ ഒരുമിച്ച് സഭകൾ ഒരുമിച്ച് കൂടുമ്പോൾ, ഐക്യത്തിൽ വരുമ്പോൾ, നമ്മൾ അവിടുന്ന് പുറപ്പെടുന്ന ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ ആ പ്രദേശത്തെ മുഴുവൻ അനുഗ്രഹമാക്കും. ആ പ്രദേശത്തിനുള്ള ഐക്യം, നമ്മളിലൊരു ഐക്യം നമ്മളിലുണ്ടാകുമ്പോൾ, എന്നിലൊരു ഐക്യം എന്നിൽ തന്നെ ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു ഐക്യം ഉണ്ടാവും. എന്നോട് ഇടപെടുന്ന എല്ലാവരുമായിട്ടും ആ ഐക്യം ഉണ്ടാവും. ഞാൻ ഉടകുന്ന മതവിഭാഗ ഭേദമന്യേ എല്ലാവരിലും ആ ഐക്യമുണ്ടായി അത് വലിയ ബലമായി തീരും. അവർക്കും ബലമാണ്, എനിക്കും ബലമാണ്, നമ്മൾക്കെല്ലാം ബലമാകുന്നത്. നമ്മളെല്ലാം ശക്തീകരിക്കുന്ന ഈ ഐക്യത്തിലാണ്. അതുകൊണ്ട് ഈ ആഴ്ചവട്ടത്തിൽ ഈ ഐക്യത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുവാൻ, അത് സ്വീറ്റായി തീരുവാൻ, മാധുര്യമുള്ളതായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവീയ ഐക്യം വരണമെങ്കിൽ ദൈവികമായ ചിന്തയിൽ പ്രാർത്ഥനയും വേദപുസ്തക പഠനവും ധ്യാനവും ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ഈ ധൈര്യം പ്രാപിക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം നമ്മളെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവ്, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, എംപിമാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമ്പാട് സുവിശേഷം അറിയിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, എല്ലാ ദൈവദാസന്മാരും ദാസിമാരും, സഭകളുടെ ചുമതല വഹിക്കുന്നവർ, ഒരാത്മീയമായ ഐക്യത്തിൽ, ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ കർത്താവേ, സ്നേഹത്തിൻ്റെ ആത്മാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുവാനാണ് കൃപ എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നൽകണമേ. WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, വിദ്യാർത്ഥികൾ, വഴിയോരങ്ങൾ കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, ജയിലുകളിൽ കഴിയുന്നവർ, എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഐക്യത്തിൻ്റെ ആത്മാവിൽ ഒരു വലിയ ആരോഗ്യമുണ്ടാകുവാൻ, ഐക്യത്തിൻ്റെ മാധുര്യത്തിൽ ആരോഗ്യമുണ്ടാകുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപ നൽകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ.